Good morning all. Theory of errors ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. Theory of errorsൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? കുറച്ചധികം ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും എന്താണ് അഡാപ്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന, അതായത് ട്രൂ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂവിനെയാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ, ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ of an observed quantity available from a given set of observation is the one for which the sum of the squares of the residual errors is a minimum. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെസിജ്വൽ എറേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കണം, അതായത് 0 ആയിരിക്കും. ഓക്കെ, അതാണ് മിനിമം ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പം മിനിമം ആകുന്ന കേസ് സ്ക്വയേഴ്സ് ഓഫ് ദ റെസിജ്വൽ എറേഴ്സിന്റെ സമ്മ് മിനിമം ആകുന്ന കേസ് കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? റെസിജ്വൽ എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂവിൽ നിന്ന് ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റെസിജ്വൽ എറർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഒബ്സർവ്ഡ് വാല്യൂസ് നമ്മൾ അതിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നമുക്കൊരു മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മോസ്റ്റ് പ്രോബബിൾ വാല്യൂ തന്നെയാണോ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂവിൽ നിന്ന് ഓരോ ഒബ്സർവ്ഡ് വാല്യൂ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് റെസിജ്വൽ എറേഴ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന റെസിജ്വൽ എറേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മിനിമം വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മിനിമം വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത് നെക്സ്റ്റ് പറയുന്നത്. സെയിം പോയിന്റ് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരു മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഒബ്സർവ്ഡ് വാല്യൂവിൽ നിന്ന് അഡാപ്റ്റഡ് വാല്യൂവിൽ നിന്ന് ഒബ്സർവ്ഡ് വാല്യൂസ് മൈനസ് ചെയ്യും. അഡാപ്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂവിൽ നിന്നും സെവറൽ ഒബ്സർവ്ഡ് വാല്യൂസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആണ് നമുക്ക് റെസിജ്വൽ എറേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. V1 V2 V3. ഓക്കെ, V1 V2 V3 എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂസ് ആണ്, നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് ആണ്. എക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് V1 ചെയ്യാൻ നേരത്ത് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് E1 കിട്ടുകയാണ്, എറർ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റീവ് എറേഴ്സ് ആണ്. ഇപ്പോൾ എക്സ് മൈനസ് V2 ആണെങ്കിൽ E2 എറർ, എക്സ് മൈനസ് V3 എന്ന് പറഞ്ഞാൽ E3 എറർ. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എറേഴ്സ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ കംപ്ലീറ്റ് ഇക്വേഷൻസിനെയും കംപ്ലീറ്റ് ടേംസിനെയും കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? M ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. നമ്മുടെ ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്യുന്നു, നമ്പർ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് എത്ര തവണ നമ്മൾ ഒബ്സർവേഷൻസ് എത്തും? നമ്പർ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ് ആണ് n എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിഗ്മ V ഡിവൈഡഡ് ബൈ n ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം, എക്സ് മൈനസ് VN ഈസ് ഈക്വൽ ടു EN. അതിനെയാണ് നമുക്ക് എന്താണ് NX മൈനസ് സിഗ്മ V ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ V ബൈ N പ്ലസ് സിഗ്മ E ബൈ N. ഓക്കെ, അതിൽ സിഗ്മ E ബൈ Nന്റെ വാല്യൂ 0 അല്ലെങ്കിൽ സിഗ്മ E ബൈ Nന്റെ വാല്യൂ മിനിമം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു M എന്ന് കിട്ടും. ഓക്കെ, അതായത് അരിത്തമെറ്റിക് മീൻ എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത് ഇതല്ല. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത് റെസിജ്വൽ എറേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ മിനിമം ആകണമെന്നാണ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് നോക്കാം. റെസിജ്വൽ എറേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ R1 R2 R3 അപ് ടു Rn എന്ന് പറയുന്നതാണ് റെസിജ്വൽ എറേഴ്സ്. ഓക്കെ, M എന്ന് പറയുന്നത് മീൻ വാല്യൂ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു M നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയില്ലേ? അപ്പോൾ M എന്ന് പറയുന്ന മീൻ വാല്യൂ, അതായത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ
നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എം മൈനസ് വി വൺ. അതായത് വി വൺ എന്ന് പറഞ്ഞാൽ വി വൺ, വി ടു, വി ത്രീ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒബ്സർവ്ഡ് വാല്യൂസ് ആണ്. എം മൈനസ് വി വൺ കറസ്പോണ്ടിങ് ആർ വൺ, എം മൈനസ് വി ടു കറസ്പോണ്ടിങ് ആർ ടു, എം മൈനസ് വി ത്രീ കറസ്പോണ്ടിങ് ആർ ത്രീ. ഓക്കെ, ആർ വൺ, ആർ ടു, ആർ ത്രീ എന്നൊക്കെ പറയുന്നത് എന്താണ്? റെസിഡ്യൂവൽ എറേഴ്സ് ആണ്. അപ്പോൾ എം മൈനസ് വി എൻ ഈസ് ഈക്വൽ ടു ആർ. നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ജനറൽ ഫോം ആയിട്ട് പറയാം. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എം മൈനസ് വി എൻ ഈസ് ഈക്വൽ ആർ എന്ന് ഒരു ജനറൽ ഫോം ആയിട്ട് പറയാം. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ നമ്മൾ എന്താണ് ജനറൽ ഫോം ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? എൻ എം, അതായത് എൻ നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അല്ലെ, എം നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് എഴുതാം? എൻ എം മൈനസ് സിഗ്മ വി ഈസ് ഈക്വൽ ടു സിഗ്മ ആർ എന്ന് എഴുതാം. സോ എം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എം ഈസ് ഈക്വൽ ടു സിഗ്മ ബി വി ബൈ എൻ പ്ലസ് സിഗ്മ ആർ ബൈ എൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ് വരുന്നത്? ആ സിഗ്മ വി ബൈ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് വേണ്ട വാല്യൂ ആണ്. അപ്പൊ ഈ സിഗ്മ ആർ ബൈ എൻ എന്ന് പറയുന്ന അല്ലെ, സിഗ്മ വി ബൈ എൻ എന്ന് പറയുന്നതാണ് എന്താണ്? മീൻ. സിഗ്മ ആർ ബൈ എൻ വാല്യൂ മാക്സിമം കുറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ സിഗ്മ ആർ ബൈ എൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താണ് പറയുന്നത്? നമ്മുടെ ഇക്വേഷൻ 4 കൺസിഡർ ചെയ്യാം. അതിന് നമ്മൾ സ്ക്വയർ ചെയ്യാം. ഇക്വേഷൻ 4നെ സ്ക്വയർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് സൈഡിൽ ആർ എൻ ആണ്. അപ്പൊ എല്ലാ ഇക്വേഷൻസിനെയും കൺസിഡർ ചെയ്യുന്നത് സിഗ്മ ആർ ആണ് അല്ലെ, സിഗ്മ വി എൻ ആണ്, എൻ എം ആണ്. ഓക്കെ, അതാണ് ഇക്വേഷൻ 4 എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ 4 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എന്താണ് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? സിഗ്മ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ എം സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ മൈനസ് 2m സിഗ്മ വി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിഡ്യൂവൽ എറേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെസിഡ്യൂവൽ എറേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മാണ് സിഗ്മ ആർ സ്ക്വയർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എൻ എം സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ മൈനസ് 2m സിഗ്മ വി. ഓക്കെ, അപ്പൊ ഈ വാല്യൂ, അതായത് സിഗ്മ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഈ വാല്യൂ മിനിമം ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈസ് ദ വാല്യൂ കറസ്പോണ്ടിങ് ടു മിനിമം സിഗ്മ ആർ സ്ക്വയർ. സിഗ്മ ആർ സ്ക്വയറിന്റെ വാല്യൂ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഓർ നിയർ ടു 0 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ്, ഈ സ്റ്റെപ്പ് ജസ്റ്റ് നോക്കുക, ആ തിയറംസ് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്ന കുറച്ച് കേസസ് ആണ്. കുറച്ച് കേസസിൽ എങ്ങനെയെല്ലാമാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയ്റ്റ്സ്. നെക്സ്റ്റ്, ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് unequal weights. Third one, indirectly observed quantities involving unknowns of equal weights. Fourth, indirectly observed quantities involving unknowns of unequal weights. Fourth, last one, observation equations accompanied by condition equation. Okay, അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് ഈക്വൽ വെയ്റ്റ്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തൊട്ട് പിന്നെ പറഞ്ഞ പോലെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഡയറക്ട്ലി ഒബ്സർവ്ഡ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ദ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി ഓഫ് ഈക്വൽ വെയ്റ്റ്സ് ഈസ് ഈക്വൽ ടു ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഒബ്സർവ്ഡ് വാല്യൂ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതാണ്, തൊട്ട് മുന്നേ ലോസ് ഓഫ് വെയ്റ്റ്സിൽ പറഞ്ഞതാണ് അല്ലെ, അതുപോലെ തന്നെയാണ്. അതായത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോ ഡയറക്റ്റ് ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് വിത്ത് ഈക്വൽ വെയ്റ്റ്സ്. എല്ലാ ക്വാണ്ടിറ്റിക്കും ഈക്വൽ വെയിറ്റ് ആണുള്ളത്. ഓക്കെ, എല്ലാ ക്വാണ്ടിറ്റിക്കും ഈക്വൽ വെയിറ്റ് ആണുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, യൂണിറ്റ് വെയിറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒന്ന് അല്ലെ, അതുപോലെ ഇപ്പൊ രണ്ടാണെങ്കിൽ എല്ലാത്തിൻ്റെ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈക്വൽ വെയിറ്റ്സ് ആണെങ്കിൽ, ഓക്കെ, ഈക്വൽ വെയിറ്റ് ആണെങ്കിൽ അവിടുത്തെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അവിടുത്തെ ഒബ്സർവ്ഡ്, അവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഈ V1, V2, V3 up to Bn. അതാണ് ഒബ്സർവ്ഡ് വാല്യൂസ്. ഇതിന്റെ എല്ലാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഓക്കെ, വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഈക്വൽ വെയിറ്റ്.
അപ്പോൾ അവിടുത്തെ അരിത്തമെറ്റിക് മീൻ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 പ്ലസ് v3 അപ് ടു vn ദ ഹോൾ ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലേ? എത്ര തവണ ഒബ്സർവ് ചെയ്യും? n. ചെയ്യാൻ നേരത്ത് നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടും. ആ അരിത്തമെറ്റിക് മീൻ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കേസ് എന്താണ്? സെയിം തൊട്ട് തന്നെ നമ്മൾ കേസ് 1ൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഒബ്സർവേഷൻസ് തന്നെയാണ്. ആ ഡയറക്റ്റ് ഒബ്സർവേഷൻസിൽ എന്താ ഉണ്ടാകുന്നത്? ഈക്വൽ വെയിറ്റ് അല്ല, അൺഈക്വൽ വെയിറ്റ് ആയിരിക്കും. ഓരോ 2, 3, 1 എന്നൊക്കെ പറയുന്ന പോലെ അൺഈക്വൽ വെയിറ്റ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് ആൻ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി ഓഫ് അൺഈക്വൽ വെയിറ്റ്സ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ലോസ് ഓഫ് മീൻസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും അവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. നോക്കാം, v1 v2 v3 എക്സെട്രാസ് ആർ ദ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് വിത്ത് വെയിറ്റ്. ഓരോന്നിനും എന്താണ് ഡിഫറെന്റ് വെയിറ്റ് ആണ്. v1 കറസ്പോണ്ടിങ് w1 w2 w3. ഓക്കെ, അങ്ങനെ പോവുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് n ആണ്. ഓക്കെ, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആയതുകൊണ്ടാണ് n കൺസിഡർ ചെയ്യുന്നത്. സോ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു എന്താണ്? ഓരോ ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ കൂടെ അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. v1 w1 പ്ലസ് v2 w2 പ്ലസ് v3 w3 പ്ലസ് എക്സെട്ര പ്ലസ് vn wn. ഓക്കെ, ഇത് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? അവിടുത്തെ ഇൻഡിവിജ്വൽ വെയിറ്റ്സ് എല്ലാം ആഡ് ചെയ്യും. ഓക്കെ, w1 പ്ലസ് w2 പ്ലസ് w3 അപ് ടു wn എല്ലാം ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഈ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും ഇവിടുത്തെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കേസ് 3 and 4 പറയുന്നത് ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ? ഇനി പറയുന്നത് ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റീസ് അല്ല. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റി അല്ല. അത് നമ്മൾ ഇൻഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുക. അതായത് മറ്റു പല ഒബ്സർവേഷൻസ് എടുത്തിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡയറക്റ്റ് കണ്ടുപിടിക്കാത്ത ക്വാണ്ടിറ്റീസ് തന്നെയാണ് നമ്മൾ ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസ് ഇൻവോൾവിംഗ് അൺനോൺസ് ഓഫ് ഈക്വൽ വെയിറ്റ്സ് ഓർ അൺഈക്വൽ വെയിറ്റ്സ്. അപ്പോൾ ഇൻഡയറക്ട്ലി ഒബ്സർവ്ഡ് ക്വാണ്ടിറ്റീസിൽ എന്തായിരിക്കും? അൺനോൺസ് ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരു ഇക്വേഷൻ ആയിരിക്കും ചിലപ്പോൾ അല്ലേ? ഇപ്പൊ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ കാണും അല്ലേ? അപ്പൊ അതുപോലെ ഒരു ഇക്വേഷൻ കാണും. ആ ഇക്വേഷൻ ഒരു അൺനോൺ കാണും അല്ലെ? അതായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഈക്വൽ വെയിറ്റ്സ് ഉള്ളതുകൊണ്ട് അൺഈക്വൽ വെയിറ്റ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനത്തെ കേസസിൽ, അതായത് ഇങ്ങനെ ഇക്വേഷൻ വരുന്ന കേസ് നമ്മൾ ചെയ്യുന്നത് നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടൈമാണ്. ഓക്കെ, നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നോർമൽ ഇക്വേഷൻസിന്റെ ബേസിലാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, when the unknowns are independent of each other, their most probable values can be found by forming the normal equations, okay, for each of the unknown quantities. അപ്പോൾ നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഒബ്സർവേഷൻ, അടുത്ത കേസ് 5 പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻ ഇക്വേഷൻ അക്കോമ്പനിഡ് ബൈ കണ്ടീഷൻ ഇക്വേഷൻ. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുക, ആ ഇക്വേഷൻ മറ്റൊരു ഇക്വേഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, അതാണ് കേസ് 5 എന്ന് പറഞ്ഞാൽ. ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒബ്സർവേഷൻ ഇക്വേഷനും കണ്ടീഷൻ ഇക്വേഷനും കൺസിഡർ ചെയ്ത് നമ്മൾ നോർമൽ ഇക്വേഷന്റെ ബേസിലാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയത് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് നമ്മൾ നോക്കിയത്. ആൻഡ് എന്താണ്? മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതും കൂടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.